സർവ സമാരാധനായ അധ്യക്ഷൻ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ, സംപൂജ്യനായ പാർട്ടി ചെയർമാൻ ശ്രീ KV ഗണേഷ് കുമാർ MLA അവர்களെ, പാർട്ടിയുടെ വനിതാ വിഭാഗം സംസ്ഥാന അധ്യക്ഷ ശ്രീമതി മഞ്ജു റഹീം, ശ്രീ പാലപ്പൂര് സുരേഷ്, മറ്റ് സുഹൃത്തുക്കളെ, സമയം വളരെ വിലപ്പെട്ടതാണ്. ചെയർമാന് 1-2 പ്രോഗ്രാം ഇനിയുമുണ്ട്. അതുകൊണ്ട് വളരെയേറെ ദീർഘമായൊരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നാലും ശ്രീ പാലപ്പൂര് സുരേഷിന്റെ നേതൃത്വത്തിൽ കേരള ജനപക്ഷം സെക്യൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് നമ്മുടെ പാർട്ടിയിലേക്ക്, കേരള കോൺഗ്രസ് ബിയിലേക്ക് ലയിക്കുകയാണ്. സുരേഷിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആദർശങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സത്യസന്ധനായ അധ്വാനശീലനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ പാലപ്പൂര് സുരേഷ്. അദ്ദേഹം എന്തുകൊണ്ടും നമ്മുടെ പാർട്ടിയിൽ നമ്മുടെ ചെയർമാന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള വൈദഗ്ധ്യവും ഒപ്പം സത്യസന്ധതയ്ക്ക് വേണ്ടി പോരാടുവാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും ഏതൊരു വിഷയത്തിലും ഉള്ള അവ്യാതമായ പാണ്ഡിത്യവും നിർഭയമായ രാഷ്ട്രീയവും ഒപ്പം പാർട്ടിയോടും നമ്മളോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവുമാണ് സുരേഷിനെ ഈ പാർട്ടിയിലേക്ക് വരുവാൻ ചിന്തിച്ചത് എന്ന് സുരേഷ് പ്രത്യേകം പറയുക. 1964 പാർട്ടി രൂപീകൃതമായെങ്കിലും പാർട്ടി പല നേതാക്കളുടെ ആവശ്യങ്ങൾക്കും അവരുടെ ചിന്താഗതിക്കും അനുസരിച്ച് പല കഷ്ടങ്ങളായെങ്കിലും കേരള കോൺഗ്രസ് ബി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് ഒരു ജനകീയ മുഖമുണ്ടായത് 2021 ശ്രീ KV ഗണേഷ് കുമാർ MLA പാർട്ടിയുടെ ചെയർമാൻ ആയതിനു ശേഷമാണ്. പാർട്ടി ഇത്ര വളർന്നതും കളിയിക്കാവിള മുതൽ മഞ്ചേശ്വരം വരെയും പാർട്ടി വളർന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള പാർട്ടി പ്രവർത്തന ശൈലിയും നമ്മളോടൊക്കെ ഉള്ള ഓരോ അംഗങ്ങളോടും ഉള്ള സ്നേഹവും മാത്രം കൈമുതലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് സുരേഷ്, എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പാലപ്പൂര്, ഇങ്ങോട്ട് നമ്മളോടൊത്ത് അണിചേരുവാൻ ശ്രീ KV ഗണേഷ് കുമാർ MLA കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ തയ്യാറുള്ള നേതാവിന്റെ പിന്നിൽ അണിനിരുന്നത് യാദൃച്ഛികമാണ് അല്ല, അത് വളരെയേറെ കരുതലോടുകൂടി എടുത്തൊരു തീരുമാനമാണ്. ശ്രീ സുരേഷിനെ ഈ പാർട്ടിയിലേക്ക് എത്തിക്കുവാൻ വളരെയേറെ പ്രയത്നിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചത് ശ്രീ പുന്നക്കാടനാണ്. നമ്മുടെ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലം അധ്യക്ഷൻ ശ്രീ തുളസി ആണ്. പ്രത്യേകിച്ച് ഒരു നന്ദി ഈ സ്വാഗത പറയേണ്ട വേദിയിൽ ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. ശ്രീ പുന്നക്കാടൻ നമ്മളെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു വളരെയേറെ ഒരു സമ്പത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ നമ്മുടെ അധ്യക്ഷൻ ജില്ലയെ ഈ പാർട്ടിയിൽ നല്ല രീതിക്ക് വളരെ സൗമ്യനായി എല്ലാ അംഗങ്ങൾക്കും അംഗീകാരം നൽകിക്കൊണ്ട് ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടും ഈ പാർട്ടിയെ ശക്തമാക്കി പട്ടപൂജ്യത്തിൽ നിന്ന് ഇത്രത്തോളം ശക്തമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ അധ്യക്ഷൻ, അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ബഹുമാനീയനായ പാർട്ടി ചെയർമാൻ, നമ്മുടെ ജീവാത്മാവാണ് അദ്ദേഹം.
അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി വർദ്ധിക്കും തോറും നമുക്ക് ശക്തി വർദ്ധിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആത്മവിശ്വാസം വാനോളം ഉയരുകയാണ്. ഈ പാർട്ടിയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ജനസേവനമെന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് ഏതോ പൂർവകർമ്മ പുണ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അദ്ദേഹത്തിനോടൊപ്പം വളരെ വർഷമായി അടിയുറച്ചു നിന്ന് ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ക്ഷേമം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ബി. 2021 മുമ്പും ഇപ്പോൾ വളരെ ശക്തമായ 2021 ശേഷവും ഞങ്ങളുടെ പ്രതീക്ഷ, കേരളത്തിന്റെ പ്രതീക്ഷ, മലയാള മണ്ണിന്റെ പ്രതീക്ഷ ആയ കേരള രാഷ്ട്രീയത്തിലെ അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ KV ഗണേഷ് കുമാർ സാർ, നമ്മുടെ പാർട്ടി ചെയർമാൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി മഞ്ജു റഹീം വനിതാ കോൺഗ്രസിന്റെ ശക്തിയായ ലീഡറാണ്, അധ്യക്ഷയാണ്. ഏത് കാര്യത്തിനായാലും സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഏത് പാദയാത്രയ്ക്കും ഓടിയെത്തുവാനും ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്താൽ അതിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്തത് വിജയിപ്പിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ള സഹകരണങ്ങൾ തോരാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി മഞ്ജു റഹീമിന് ഹാർദവപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ മോഹന സാർ, അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. വനിതാ വിഭാഗത്തിന്റെ ചാർജാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ മോഹന സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള മറ്റ് നേതാക്കൾ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയട്ടെ, ശ്രീ പാലപ്പൂരിനെ കേരള കോൺഗ്രസ് ബിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പാർട്ടി ചെയർമാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ശ്രീ പാലപ്പൂരിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സാബു, പാറവിള രാജേഷ്, അതുപോലെ തന്നെ വിവേക് പിള്ള, ഈ ജനപക്ഷം സെക്ടറിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ആ നേതാക്കൾ ഉൾപ്പെടെ, ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അവരോടൊപ്പം ഈ വേദി നിറഞ്ഞു നിന്നുകൊണ്ട് ഐശ്വര്യസമ്പന്നമായ ഒരു സായന്ത്രം കേരള കോൺഗ്രസ് ബിക്ക് ഒരുക്കിത്തന്ന ജനപക്ഷം സെക്യുലർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഇന്ന് KV ഗണേഷ് കുമാർ MLA-യും പാർട്ടിയും നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും, നമ്മുടെ ഇപ്പോ പാർട്ടിയിൽ ഉള്ള നേതാക്കൾ എല്ലാവർക്കും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് കേരള കോൺഗ്രസ്. വളരെ വിശദമായിട്ട് നമ്മുടെ ജയചന്ദ്രൻ നിങ്ങളോട് അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഈ സാഹചര്യത്തിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരള കോൺഗ്രസ് ബിയിലേക്ക് ഇങ്ങനെ ആളുകളുടെ ഒഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് നമ്മുടെ തമിഴ്നാടും എല്ലാം വെള്ളപ്പൊക്കം വന്നതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് ബിയിലും ആളുകളുടെ ഒഴുക്ക് കാരണം ഇനിയും ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും, സംശയമില്ല. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നാൽ മതി. നമ്മൾ അഭിമാനിതരാണ്. കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് അഭിമാനിതരാണ്. KV ഗണേഷ് കുമാർ ചെയർമാനായിട്ടുള്ള ഈ പാർട്ടിയില് നമ്മളെല്ലാം ചേർന്നിരിക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. എവിടെയും അന്തസ്സാർന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ചെയർമാൻ KV ഗണേഷ് കുമാറിന്. പിന്നെ ഇപ്പോഴും തന്നെ ശ്രീ പാലാപ്പൂര് സുരേഷ് കുമാർ വന്നത്, നേരത്തെ അദ്ദേഹത്തിന് ഞാനും ജയചന്ദ്രനുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടിരുന്നു. പാലാപ്പൂരിനെ വിളിച്ചിരുന്നു വളരെ മുൻപ്.
അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനപക്ഷത്തൊക്കെ പോകുന്നതിന് മുമ്പാണോ എന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്, അറിയാം. അതിനുശേഷം അതങ്ങ് വിട്ടു, പിന്നെ വേറൊരു പക്ഷമായി ജനപക്ഷത്തിലോട്ട് മാറിപ്പോയി. ആ പക്ഷം തിരിഞ്ഞതുകൊണ്ട് പിന്നെ ഒന്നും വിളിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴ് നമ്മളോടൊപ്പം വന്നിരിക്കുകയാണ്. അതാണ് പറയുന്നത്. ഏത് കാര്യം, അതായത് ഏതത് കാര്യം ഏതത് സമയത്തിലെ നടക്കുന്നത്, അതത് കാര്യം അതത് സമയത്തിലെ നടന്ന് താൻ തീരെന്ന് പറഞ്ഞതുപോലെ അന്ന് വിളിച്ച വിളി പാലാപ്പൂരിന് കേൾക്കാനായിട്ട് പറ്റില്ല. എന്നാ എൻ്റെ സഹോദരൻ പാലാപ്പൂർ സുരേഷ് ഇപ്പോഴ് നമ്മളോടൊപ്പം വന്നു. അതിശക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് കുറെ ശ്രീ അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ കുറെ പേര് വന്നു. അതേപോലെ വന്നു. ഇനിയും ഒരുപാട് പേര് വരാനായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കണം. അതെല്ലാം എന്താണ് എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ കേരള കോൺഗ്രസ് ബിയുടെ ശക്തി ഒന്നിനൊന്നിന് കൂട്ടുന്ന ഒരവസ്ഥാവിശേഷമാണ്. അപ്പൊ ഞാൻ കൂടുതൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴെ സുരേഷ് വരാൻ കാര്യം നമ്മുടെ പാച്ചല്ലൂർ പറഞ്ഞു കഴിഞ്ഞു. പുന്നേക്കാട് തുളസിയും പാച്ചല്ലൂരും എല്ലാറ്റായി ഇവിടെ എൻ്റെ അടുത്ത് വന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹം വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങള് ജില്ലാ കമ്മിറ്റി ആലോചിച്ചിട്ട് പറയാം. പിന്നെ ജനപക്ഷത്തു നിന്ന് ഞങ്ങൾ വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ബഹുമാനനായ ശ്രീ PC ജോർജ് അദ്ദേഹം ഇപ്പോഴും ജനപക്ഷമാണ്, പക്ഷെ വേറൊരു പക്ഷത്തോട്ട് ലയിക്കുകയാണ്. അതായത് നമ്മുടെ BJPയിലോട്ട് ലയിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പാലാപ്പൂർ സുരേഷ് കുമാർ നമ്മളോടൊപ്പം വന്ന് അദ്ദേഹം നമ്മളെ തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്ന് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴേ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം വരാമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പെട്ടെന്നൊരു കമ്മിറ്റി കൂടിയിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പോയ സുരേഷ് കുമാറും സാബുവും അവരെല്ലാം 3-4 പേരായിട്ടാണ് വന്നത്. ഇവര് പോയ പോക്കിന് ഉടനെ രാത്രി എന്താ വിളിച്ചു പറയുന്നു, എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങള് ഇനി ഒന്നും കമ്മിറ്റി ഒന്നും കൂടുന്നില്ല, ഞങ്ങള് നിങ്ങളോടൊപ്പമാണ്, കേരള കോൺഗ്രസ് ബിയോടൊപ്പമാണ്, ഗണേഷ് കുമാറിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു പോയി. അപ്പം പിറ്റേ ദിവസം ഇനി വരാൻ പറഞ്ഞു. വന്ന് പിന്നെ ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടുന്നതിനിട്ട് വേണ്ട, കാരണം അങ്ങനെ ഒരു ഇത് വേണ്ട, ഞങ്ങൾ തീരുമാനിക്കും പോലെ നമ്മുടെ ആളുകൾ നമ്മളോടൊപ്പം വരും, പിന്നെ വരാത്തവരെ പിന്നെ അറിയാത്തവരെ പിന്നെ നമ്മൾ അറിയിച്ചു കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ MLA അദ്ദേഹത്തിന്റെ ചെയർമാനെ നമുക്ക് കൊട്ടാരക്കര പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു. പിറ്റേ ദിവസം പിന്നെ ഒരു പത്രസമ്മേളനം വയ്ക്കുന്നു. പത്രസമ്മേളനമൊക്കെ കിടുക്കി ആ രീതിയിലാണ് പിന്നെ ഇത് വന്നിരുന്നത്. അതിന്റെ സംഗതികൾ വന്നത്. അങ്ങനെ ആ ചെയർമാനെ കണ്ടിട്ട് ഇവിടെ വന്നു. പിറ്റേ ദിവസം 20-ാം തീയതി അന്ന് നമ്മൾ ലയന സമ്മേളനം വെച്ചു. അത്ര പെട്ടെന്നായിരുന്നു ഈ പരിപാടികൾ. അപ്പൊ അതിന്റെയൊക്കെ കുറവ് ഇനിയുള്ള ദിവസങ്ങളിൽ സുരേഷ് കുമാർ ഗംഭീരമായിട്ട് നേതൃത്വം എല്ലായിടങ്ങളിലും പിന്നെ കണ്ട് പലയിടത്തും ജനപക്ഷത്തിന്റെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ ഇന്ന് സന്തോഷമുള്ള നിമിഷമാണ്. ഞാൻ അതീവ സന്തോഷവാനാണ്. നിങ്ങളെല്ലാം ആ ഒരു ചേട്ടനെ പോലെ ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള ഇതാണ്. അത് ഞാൻ എന്നും സന്തോഷമുള്ളവനായിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ബഹുമാനവനായ ചെയർമാന് അടുത്ത് നിർത്തിക്കൊണ്ട് പറയണം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്നല്ല ഞാനീ പറയുന്നത്, തീർക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ലേ, നിങ്ങളോടൊപ്പം നമുക്ക് എന്തെങ്കിലും തരത്തില് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകുന്നതും പിന്നെ നടക്കുന്നതെല്ലാം നടക്കേണ്ട സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിലേ നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ നമ്മളോടൊപ്പം കൂടുക. നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറയും. അതാണ് നമ്മുടെ ചെയർമാന്റെ ഒരു പ്രത്യേകത. ഏത് കാര്യം ഉണ്ടെങ്കിലും മൂത്ത് നോക്കി പറയാനുള്ളത് പറയാം, ആരെയല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലും മറ്റ് ഉള്ള ആളുകൾ പറ്റിക്കുന്നത് പോലെ നാളെ നോക്കിട്ട് പാക്കിട്ട് അങ്ങനെയൊന്നുമില്ല. പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് നമ്മുടെ ഇത്. അതുപോലെ എൻ്റെ പൊന്നു സഹോദരങ്ങളോടൊപ്പം, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും, പൂർണ്ണമായിട്ടുണ്ടാകും. പിന്നെ വേദിയിലിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ബഹുമാനിതനായ ചെയർമാൻ
പിന്നെ പാലാപ്പുഴ സുരേഷ്, ജയചന്ദ്രൻ, നമ്മുടെ സംസ്ഥാന വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് മഞ്ജു റഹീം, പിന്നീട് പിന്നെ ശ്രീ കെ ജി പിള്ള, ഡോക്ടർ കെ ജി പിള്ള, കെ ജി മോഹൻ, പിന്നെ കൊച്ചുപറമ്പിൽ ജോൺ, അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിലാണെങ്കിലും വലിയ പറമ്പായിട്ട് നമുക്ക് മാറ്റി തരും, എല്ലാ ആളുകളെയും പല പറമ്പുകളിൽ നിന്ന് കൊണ്ടുവരും. അതേപോലെ സാബു, അതേപോലെ രാജേഷ്, എല്ലാവരും ഇരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം എൻ്റെ സഹോദരന്മാർക്ക് നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു കാര്യത്തിന് ഇവിടെ കൂടിയത് വളരെ സന്തോഷവാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടനവും അംഗത്വ വിതരണവും നടത്താനായിട്ട് നമ്മുടെ ബഹുമാനിതനായ, നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ കെ വി ഗണേഷ് കുമാർ അവർ നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സുരേഷ് കുമാർ പാലാപ്പൂര് എല്ലാം ആഞ്ഞേറൊന്ന് കൈവരിക്കുക. അടുത്ത ശ്രീ സാബു ബി കിണറ, ശ്രീ രാജേഷ് പന്നവിള, അഞ്ചുപാറവിള, വിവേക് പിള്ള. ഈ വിവേക് പിള്ള ഒന്ന് ആളിനെ നോക്കി വെച്ചേക്കണം. തലയിൽ മുടിയില്ലാത്തതല്ല, ഇത് മഞ്ജു പിള്ളയുടെ അരുമ സഹോദരനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം പൂർണ്ണമായിട്ട് ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിൽക്കാനായിട്ട്, നമ്മുടെ പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കാനായിട്ട് വന്നതാണ്. അടുത്തതായിട്ട് രതീഷ് രവീന്ദ്രൻ. വേണ്ടിരുന്ന നമ്മൾ ഫുട്ബോളും കളിക്കും. അടുത്തതായിട്ട് ശ്രീ ജോയി, സി ജോയി. അടുത്തത് വിഷ്ണു ഇപ്പം ഇത്ര പേർക്കേ കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനീയരായ ചെയർമാൻ സമയക്കുറവ് കാരണം ബാക്കിയെല്ലാം നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. യോഗത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രൻ, നമ്മുടെ പാർട്ടിയിലേക്ക് ഇന്ന് കടന്നു വരുന്ന ജനപക്ഷത്തിൽ നിന്നും കേരള കോൺഗ്രസ് ബിയിലേക്ക് ലയിക്കുന്ന നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വം വഹിക്കുന്ന ശ്രീ പാലപ്പൂർ സുരേഷ്, പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് ബിയുടെ വനിതാ വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി മഞ്ജു റഹീം, വനിതാ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സുജാലക്ഷ്മി, ജില്ലാ യൂത്ത് ഫ്രണ്ട് ബിയുടെ പ്രസിഡന്റ് ശ്രീ നിബുദാസ്, സംസ്ഥാന സെക്രട്ടറി രംഗം ശ്രീ അഗസ്റ്റിൻ ജോൺ കൊച്ചുപറമ്പിൽ, പ്രിയപ്പെട്ട സാബു തിനവിള, ശ്രീ രാജേഷ് പാറവിള, ശ്രീ വിവേക് പിള്ള, ശ്രീ രതീഷ് രവീന്ദ്രൻ, ശ്രീമതി ജ്യോതി, ശ്രീ വിഷ്ണു തുടങ്ങി ഇന്ന് കേരള കോൺഗ്രസ് ബിയിലേക്ക് ജനപക്ഷത്ത് നിന്നും കടന്നു വരുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, യോഗത്തിനെത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയമുള്ളവരെ, ഇതൊരു നല്ല മുഹൂർത്തമാണ്. കാരണം സെക്യുലർ സ്വഭാവം ഉപേക്ഷിക്കുന്ന പാർട്ടികളിൽ നിന്നും സെക്യുലർ സ്വഭാവമുള്ള ഒരു പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വർഗീയതയാണ്. ജാതി മതത്തിന്റെ പേരിൽ മനുഷ്യൻ കലഹിക്കുകയും ഈ രാജ്യത്ത് മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇന്ന് വടക്കേ ഇന്ത്യയിലും ഇന്ത്യയിൽ ആകമാനം കണ്ടുവരുന്നത്.
അതിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിൽ മതേതരത്വം നിലനിർത്തുന്നതിൽ ചരിത്രാതീത കാലം മുതൽ നമ്മുടെ കേരളം അഭിമാനകരമായ, പ്രത്യേകിച്ച് മലയാളി സമൂഹം അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്. അവിടെ വർഗീയതയ്ക്ക് മുൻതൂക്കം നൽകുകയും രാഷ്ട്രീയമായി വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെയും സാധാരണക്കാരുടെയും ദളിതരുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ എന്നും നമ്മൾ മതനിരപേക്ഷ കക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ PC ജോർജ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നാണ്, ജനപക്ഷത്തിൽ നിന്നാണ് സുരേഷും മറ്റു നമ്മുടെ പാർട്ടിയിൽ ലയിക്കുന്നത്. അദ്ദേഹത്തെ സെക്കുലർ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു. ആ സെക്കുലർ നിലപാട് ഉപേക്ഷിച്ച് ചില വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ച് BJPയിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു തീരുമാനം വരുമ്പോഴാണ് ശ്രീ സുരേഷിനെ പോലെയുള്ള ഒരു മതേതര സ്വഭാവവും ചിന്താഗതിയുമുള്ള വ്യക്തികൾ ആ പാർട്ടിയിൽ നിന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് വരും. കേരള കോൺഗ്രസുകളെ സംബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട് പറയുമ്പോൾ ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഭാരവാഹിത്വങ്ങളും പ്രധാന ചുമതലകളും നേതൃത്വവും വഹിക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസും ഇല്ല എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. മറ്റെല്ലാ കേരള കോൺഗ്രസുകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിറമുണ്ട്, ഒരു ജാതിയുടെ മതത്തിന്റെ നിറമുണ്ട്. നമ്മളെ സംബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നേതൃത്വം കൊടുക്കുന്ന, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യമുള്ള, അവർ നയിക്കുന്ന ഒരു സെക്കുലർ രാഷ്ട്രീയ കേരള കോൺഗ്രസ് ഏത് എന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് B തന്നെയാണ് എന്ന അഭിമാനത്തോടെ. നമ്മുടെ നിലപാടുകളും അങ്ങനെ ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ചെയർമാനായ ശേഷം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ പിന്തുടർന്നുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശ്രീ പൂജപ്പ രാധാകൃഷ്ണന്റെയും ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രന്റെയും അതുപോലെ സുജാലക്ഷ്മിയും നിബുവും എല്ലാവരും, യുവാക്കളും എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനാണ് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി ശ്രമിക്കുന്നത്. ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമരങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ കൈപിടിച്ചുയർത്താനായിരിക്കണം കേരള കോൺഗ്രസ് B-യുടെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആ സന്ദേശം നിങ്ങൾക്ക് ഞാൻ തരികയും ചെയ്യും. അതനുസരിച്ച് അനേകം ജീവകാരുണ്യ പ്രവർത്തനം കേരള കോൺഗ്രസ് B-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയ്ക്ക് ഒപ്പമെത്താൻ കുറഞ്ഞ ദിവസങ്ങൾ, കുറഞ്ഞ നാളുകൾ കൊണ്ട്, കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞുവന്നത് അഭിമാനകരമായ. വീടുകൾ വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം മുടങ്ങുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ, പിന്നെ വലിയ സമ്മാനങ്ങളും അംഗീകാരവും നേടുന്ന കുട്ടികളെ ആദരിക്കുന്ന കാര്യത്തിലെല്ലാം, നമ്മൾ രക്തദാന ക്യാമ്പ്, അതുപോലെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ വർഗീയ ശക്തികളെ ചെറുക്കുന്നതിനുള്ളതും ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതുമായ നിയമനിർമ്മാണങ്ങളടക്കം ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുവാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യത്തിനൊപ്പം സജീവമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി, കരുത്ത് തെളിയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ മാറാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ഉം CPI-യും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു പ്രോഗ്രാമിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ, പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് B തന്നെയാണ് ഒരു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള അഭിമാനമുണ്ട്. അതിനിടയാക്കിയ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ പാർട്ടി ഓഫീസ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നല്ല നിലയിൽ വിജയിക്കുന്ന കുഞ്ഞുങ്ങളെ അനുമോദിക്കൽ എന്നതിനൊക്കെ ഉപരിയായി പാർട്ടി ഓഫീസിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചത്, പാർട്ടി ഓഫീസിന്റെ ഹാളും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് അനേകം കുട്ടികളെ PSC പരീക്ഷയിൽ സൗജന്യമായി പരിശീലനം നൽകുന്നതിനാണ് നമ്മൾ ശ്രമിച്ചു വരുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നല്ല പ്രവർത്തനം, യൂത്ത് ഫണ്ട് അതിന് നേതൃത്വം കൊടുക്കുകയും നെബുവിന്റെ നേതൃത്വത്തിൽ പൂജപ്പുരയും പാച്ചല്ലൂരും എല്ലാവരും ചേർന്നുകൊണ്ട് അനേകം കുഞ്ഞുങ്ങളെ PSC കോച്ചിങ് നൽകി. ഏറ്റവും മിടുക്കരായിട്ടുള്ള 4 പേര്, അതിൽ നിന്ന് 4 പേർ 110ഓളം കുട്ടികളെ ജോലിയിൽ കയറി കഴിഞ്ഞു. ബാക്കി 4 പേര് PSC ലിസ്റ്റിൽ വന്നു എന്നാണ് ചെറിയ കാര്യമല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ
ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി സൗജന്യമായി പഠനം നടത്തി അതിൽ നിന്നും ഒരാൾ GST ജോലി കയറി ബാക്കി 4 പേരെ ലിസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് ഒരു കഴിവില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അത്തരം പ്രവർത്തനങ്ങളെ ഇതാണ് രാഷ്ട്രീയം. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉയരാൻ അവസരം ഉണ്ടായി കൊടുക്കുക, ഒരു മനുഷ്യനെ പഠിച്ചു വളരാൻ സഹായിക്കുക, അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്ന പെൺമക്കളുമായി വിഷമിക്കുന്ന അമ്മമാരെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുക. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാണ് ഇനി ഇന്ത്യയിൽ സാധ്യതയുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആ നിലയിൽ നീങ്ങണം. പാവങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പുന്ന, അവർക്ക് സ്നേഹം പകരുന്ന, അവർക്ക് ധൈര്യം പകരുന്ന, അവർ വിശ്വാസം പകരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മൾ മുന്നോട്ട് പോകണം. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ സ്വഭാവം, പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതിൽ ജാതിയില്ല, അതിൽ മതമില്ല. എല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, പാവപ്പെട്ടവരുടെ പണക്കാരുടെ എല്ലാം. പക്ഷെ എല്ലാവരെയും ഒരുപോലെ കാണാനും അവരെ ഒരുപോലെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കാനുമാണ്. സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇഷ്ടംപോലെ സമരം ചെയ്ത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചൊരു നാടാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുത്തത്, ഈ സമൂഹത്തിലെ ഒരു സോഷ്യലിസം പല കാര്യങ്ങളിലും ഉണ്ടായത്, പല അനാചാരങ്ങൾക്കെതിരെ പൊരുതിയത് നമ്മുടെ നാട്ടിലെ സമരങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ആ സമരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി മനുഷ്യന് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ നീങ്ങും. അതിനാണ് PSC കോച്ചിങ് നടത്തിയതും കുറച്ച് കുട്ടികൾ അതിലൂടെ വിജയിച്ചു കയറിയും റാങ്ക് ലിസ്റ്റിൽ വന്നതൊക്കെ നല്ല ഗുണമുള്ള കാര്യമാണ്. കാരണം ജീവിക്കാൻ അവർക്കൊരു വഴി ഉണ്ടാകുക. അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഒരുപാട് തൊഴിലവസരങ്ങൾ ഇനി നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. ആ തൊഴിലവസരത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും കടന്നു വരികയും അവരുടെ കൂടി ഓരോ കുടുംബത്തിലും വെളിച്ചം എത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട സങ്കല്പം. വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ വികസനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരുപാട് നല്ല റോഡുകൾ, സ്കൂളുകൾ, മറ്റ് സൗകര്യങ്ങൾ, ആശുപത്രികൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇനി നമുക്ക് വേണ്ടത് കൂടുതൽ തൊഴിലവസരങ്ങൾ. ഏതൊക്കെ സാഹചര്യത്തിൽ ആരൊക്കെ 1-2 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങിയാൽ പോലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ 2 പേരെ ജോലിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭം ഒരാൾ ആരംഭിക്കുക. ഒരു പ്രവാസി അല്ലെങ്കിൽ സ്വദേശിയായ ഒരാൾ, പ്രവാസികളാണ് സ്വദേശികൾക്ക്, ചെറുപ്പക്കാര് 2 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ 2 കുടുംബങ്ങളിലേക്ക് ഒരു ആശ്വാസത്തിന്റെ വെളിച്ചം എത്തുമെന്ന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. 2 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ചെറിയൊരു ഹോട്ടൽ ഉടനെ വരാം. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ആ 2 പേര് അവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ നാളെ മുതൽ പട്ടിണി ഉണ്ടാവില്ല, അവരെ ചെലവിന് പൈസ ഉണ്ടാവും, അവരെ വീട്ടിൽ ആഹാരത്തിന് വക ഉണ്ടാവും, അവർക്കൊരു സുഭിക്ഷത ഉണ്ടാവും. അത് ആ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും സംരംഭം തുടങ്ങാതെ തുടങ്ങുന്നവരെ പ്രോത്സാഹിക്കുക. നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും, പാർട്ടിക്ക് സംരംഭം തുടങ്ങാൻ പറ്റൂല. അപ്പൊ നമ്മൾ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അനേകർക്ക് തൊഴിൽ ലഭിക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തൊഴിൽ ലഭിക്കും. എല്ലാവരും IT മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റിയ ആളുകളല്ല. കാരണം നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, തൊഴിലുറപ്പിന് പോകുന്ന സഹോദരിമാർ, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയാതെ 18 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ആരും അറിഞ്ഞില്ലെങ്കിൽ 18 വയസ്സിന് മുമ്പോ തന്റെ പെൺകുട്ടിയെ ആരെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് വിടുക, പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ, പ്രീ ഡിഗ്രി +2 പോലും പൂർത്തിയാക്കാൻ കഴിയാതെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടുന്ന ഒരു സംസ്കാരവും സമൂഹമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിന്റെ അപകടം നമ്മൾ ഒരുപാട് അനുഭവിക്കുക. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ വലിയ ആഗ്രഹത്തോടെ ആളുകൾ സ്ത്രീകൾ രംഗത്ത് വന്നു. കുടുംബശ്രീയുടെ കൂട്ടായ്മകളിൽ സ്ത്രീകൾ സജീവതയാണ്. ഒരു വരുമാനം, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ പോരാടേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ ഏറ്റവും കുറഞ്ഞത് ഡിഗ്രി എങ്കിലും എടുക്കാതെ വിവാഹം കഴിക്കാൻ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ അതിനുവേണ്ടി പ്രചരണം നടത്തണം. പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ടത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല. അടുത്തത്, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടിലും നമ്മൾ പങ്കെടുക്കുക. സ്ത്രീധനം കൊടുത്ത് നടത്തുന്ന ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം. കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ, സ്ത്രീധനം, ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ചുമതലയോടാണ്, NSS ഡയറക്ടർ ബോർഡുണ്ട്. എനിക്ക് NSS ജനറൽ സെക്രട്ടറി എന്ന നിർദ്ദേശം ഒരു സ്ത്രീധന ഇടപാടുകളിലും കരവും കരവിടാൻ പാടില്ല. ഞാൻ കർശന നിർദ്ദേശമാണ്. സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ, കൊടുക്കുന്ന കാര്യത്തിൽ, അതിന്റെ തർക്കം തീർക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ
സമുദായ നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ്. കാരണം അത് നല്ലൊരു ശീലമല്ല. അത്തരം ശീലങ്ങളെ നമ്മൾ എവിടെയും പ്രോത്സാഹിപ്പിക്കാൻ. സ്ത്രീധനം വാങ്ങിയും കൊടുത്ത് നമ്മൾ കാണുന്ന ദുഃഖകരമായ കാഴ്ചകൾ. സ്ത്രീധനത്തിന് വേണ്ടി വലിയ ഉന്നത ഡിഗ്രിയുള്ള തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയാണ്. തിരുവനന്തപുരത്ത് MBBS പഠിച്ചു, അത് PGക്ക് അഡ്മിഷൻ കിട്ടിയ ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് PGക്ക് അഡ്മിഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വഞ്ചകൻ അടുത്ത് കൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി എന്ന് കരുതി അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ പണത്തിന് വേണ്ടി തല്ലി തകർത്ത ദുഷ്ടന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥന്മാരുടെ. അയാളും ഡോക്ടറാ, ആ കൊച്ചു ഡോക്ടർ. രണ്ടുപേരുടെ ജോലി ചെയ്താൽ BMW ബെൻസോ എന്തോ വേണമെങ്കിലും വാങ്ങിക്കും. അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് സന്തോഷം. അല്ലാതെ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു കാളയും പശുവിനെയും വാങ്ങാൻ ചന്തയിൽ പോകുന്ന ഒരു പെൺകുട്ടികൾക്ക് വില പേശുന്ന ഒരു നാടായി നമ്മൾ മാറരുത്. വടക്കേന്ത്യക്കാണ് പോടുന്നത്. വിദ്യാസമ്പന്നരായ നമ്മൾ, സാംസ്കാരിക രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നമ്മൾ ഇത്തരം നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ എതിർക്കണം. ഞാനിത് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്റെ പാർട്ടിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ഇതൊരു ആഹ്വാനമായി കാണണം. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ എതിർപ്പുള്ള നിലപാട് സ്വീകരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, സമുദായങ്ങളിൽ ഒരുപാട് അനാചാരം ഉണ്ടായിരുന്നു. എല്ലാ അനാചാരങ്ങൾക്കെതിരെ പോരടിയ ഒരുപാട് മഹാന്മാരുണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അയ്യാഗുരു, ഇങ്ങനെ ഒരുപാട് പേര് പോരാടിയത് കൊണ്ടാണ് നമ്മുടെ പല അനാചാരങ്ങളും മാറിയത്. ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറ്റിൻകരയിൽ സമ്പന്നരായ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് ബാല്യകാല വിവാഹം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അത് അവിടെ ഇരുന്ന് നിർബന്ധപൂർവ്വം തടസ്സപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ്. അനാചാരങ്ങൾക്കെതിരെയാണ് ഗുരുദേവൻ പ്രവർത്തിച്ചത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴും അനാചാരങ്ങൾ നിലനിൽക്കട്ടെ. ശ്രീധരം എന്ന് പറയുന്നത് ഒരു അനാചാരമാണ്, അന്ധവിശ്വാസം പോലെയാണ്. അത് ഒരു പെൺകുട്ടിയുടെ പണം വാങ്ങി ജീവിക്കാൻ ലജ്ജയില്ല. ആൺകുട്ടികൾ, പുരുഷന്മാർ അധ്വാനിച്ചാണ് ഭാര്യയ്ക്ക് ലെവൽ കൊടുക്കുന്നത്. അല്ലെ, ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസക്ക് അവളെ നോക്കാൻ എന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടികളാണ് നോക്കാനായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വീട്ടിൽ പൂച്ച വളർത്തും, പട്ടിയെ വളർത്തും. ഇവിടെ ഒരു ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെന്ററുകളിൽ കൊണ്ടുവിടും. വിദേശ രാജ്യങ്ങൾ ഇപ്പൊ ഇവിടെയും തുടങ്ങി. കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളും, പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലയ്ക്ക് വിൽക്കാനാണോ നമ്മൾ നടക്കുന്നത്? എന്താ നമുക്കത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട്? അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നിടത്ത് നിങ്ങൾ പോകരുത്, നിങ്ങൾ അതുമായി സഹകരിക്കരുത് എന്നാണ് എനിക്ക് പറയാം. നമ്മൾ മാതൃകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ പറയാം, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീധന ചോദ്യം കൊടുക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് പോടാ എന്ന് പറയാൻ, നീ പോടാ എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ, അമ്മമാരെ, സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അതായത് നമ്മുടെ പാർട്ടിയുടെ നിലപാടായിട്ട് നമ്മൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഡിഗ്രി എങ്കിലും കഴിയാതെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. 23 വയസ്സ് 22 ഒന്നും സംഭവിക്കില്ല. മൂത്ത് നരച്ചു പോകില്ല, വീട്ടിൽ നിന്ന് പോകില്ല, ഒന്നുമില്ല. കാത്തു നിൽക്കും. പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഉദ്യോഗം നേടി വരുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആളുകൾ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കും. MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആലോചിച്ചതും തെറ്റ്. ആ കുട്ടികളിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ കൊടുച്ചിരി എന്തെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിച്ചത് തെറ്റ്. ഒന്നും കൊടുക്കാൻ പാടില്ല. വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യവതിയായി മാറിയ ആ കുട്ടിയുടെ ജീവിതം തകർത്ത് നമ്മൾ മറക്കരുത്. കാറിന്റെ പെട്രോളിന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞാണ് വിസ്മയ എന്ന കുഞ്ഞിന് ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കണ്ടു മറന്നു പോകേണ്ട കാര്യങ്ങളല്ല. കണ്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ഇനി ഇത്തരത്തിലുള്ള വിസ്മയമാരൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മൾ കണ്ടു അന്നൊരു സംഭവം നടന്ന അത് കഴിഞ്ഞു, പിന്നെയും ഇതൊക്കെ തന്നെ നടക്കും. വിസ്മയുടെ സംഭവത്തിന് ശേഷമാണ് വിദഗ്ധനായ ഡോക്ടർ 10 ലക്ഷം രൂപയും പിന്നെ 5 പവന്റെ സ്വർണവും BMW കാറും ഒക്കെ ആവശ്യപ്പെടുന്നത്. അവരൊക്കെ നാണമുണ്ടോ? ഈ വിസ്മയ എന്ന് പറയുന്ന കുട്ടിയെ, നിഷ്കളങ്കയായ കുഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച് കണ്ട നാട്ടിൽ അതെല്ലാം പത്രങ്ങളിലും TV-യിലും എല്ലാം കണ്ട് അതിനെതിരെയുള്ള രോക്ഷം, സമൂഹത്തിൽ എമ്പാടുമുള്ളവർ നടത്തിയ രോക്ഷം കണ്ടിട്ട് അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ലല്ലോ, അത് അവരുടെ കാര്യം. നമ്മളെ കാര്യം വരുമ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ ലജ്ജാകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചെലവിൽ പഠിച്ചവൻ, സർക്കാർ ചെലവിൽ, നിങ്ങളുടെയും എന്റെയും ചെലവിൽ, നികുതി കൊടുക്കുന്ന നമ്മുടെ ചെലവിൽ പഠിച്ചവൻ, അങ്ങനെയുള്ളവരെ നമ്മൾ
സമൂഹത്തിൽ അവരെ മാറ്റി നിർത്താം. ഇനി ഒരു വിവാഹം അവിടെ ആലോചിച്ചാലും പോകരുത്. കാരണം ഇത്തരത്തിലൊരു ദുഷ്ടനെ ഇനി പെണ്ണു കൊടുക്കാൻ പാടില്ല. അവൻ ദുഷ്ടനാണ്. കാരണം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഉപദ്രവിക്കും. ഇതുപോലൊരു കച്ചവടക്കാരന്, ഒരു പശുവിനെ കച്ചവടം നടക്കുന്നവർക്ക് സ്ത്രീയെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നവൻ നാളെ ഇതുപോലെ കച്ചവടം നടത്തും. ഡോക്ടറേക്ക് അവന് വലിയ പൈസ കിട്ടും. എന്നാൽ എന്റെ മോളെ 50 ലക്ഷവും 5 കിലോ പവനും കൊടുക്കുക, സ്വർണം കൊടുക്കാന്നൊക്കെ പറഞ്ഞ മണ്ടന്മാരി നാട്ടിൽ വേറെ കാണും. അങ്ങനെയുള്ള മണ്ടന്മാരാവരുത് എന്നെനിക്ക് പറയാം. നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതേതരത്വം നിലനിർത്തുക. ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമായിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാനിപ്പോ ആലോചിക്കുന്നത് എംപിമാരെല്ലാം സമരം ചെയ്യുക, നമ്മുടെ മിക്കവാറും എല്ലാ എംപിമാരെയും സസ്പെൻഡ് ചെയ്തു. എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ഈ രാജ്യം ഭരിക്കുന്നവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഒരു പാർലമെന്റ് മന്ദിരത്തിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയോളം തന്നെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് 2 ചെറുപ്പക്കാർ ചാടി വരികയാണ്. അവർ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല, എംപിമാരിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അവരെ പിടിച്ചു നിർത്തുന്നത് എംപിമാര് തന്നെയാണ്. പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി നിയമപരമായ നടപടികളെ മുന്നോട്ട് പോയിട്ട്. പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കും എന്താണ് സംഭവിച്ചത്? ഇവരാരായിരുന്നു? എന്തിനു വന്നു? എങ്ങനെ കടന്നു കയറി? ആരുടെ തെറ്റാണ് എന്ന് രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ എംപിമാരോടും പറയുവാൻ എന്തിനു ലജ്ജിക്കണം? എന്തിനു ഒളിച്ചോടുന്നു എനിക്ക് മനസ്സിലാവുന്നത്. അതിന് പകരം കേരളത്തിൽ നടക്കമുള്ള പ്രതിപക്ഷത്തുള്ള മുഴുവൻ ഇന്ത്യ സെക്രട്ടറി ഏതാണ്ട് മുഴുവൻ എംപിമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകാം എന്നാരും കരുതുന്നില്ല. BJP നടത്തുന്ന ഭരണത്തിൽ ഇപ്പൊ ഞാൻ കേരള നിയമസഭയിൽ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ ഇത് കണക്ക് ഒരു ബഹളം നടന്നാൽ ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ മുഖ്യമന്ത്രിയാണ് എന്താണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശം എംപിമാർക്കുണ്ട്. എംപിമാർക്ക് മാത്രമേ ഇന്ത്യയിൽ ഇരിക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഹൈ സെക്യൂരിറ്റി ഏരിയ പാർലമെന്റിനുള്ളിൽ ഈ പുക വന്നു എന്ന് പറയുന്നത്, ഈ പുക ഒരു വിഷപ്പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിറമുള്ള പുകയിൽ ഒതുങ്ങിയെന്ന് പറയുന്നത്, പക്ഷെ വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നുമായിരിക്കും ഇന്ത്യൻ? പുക വന്നു, ആ പുക വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ രംഗം എന്തായിരുന്നു? എത്ര എംപിമാർക്ക് അപകടം സംഭവിക്കുമായിരുന്നു? അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ, ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച നടക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ആരുടെ വീഴ്ചയാണ്? അവരുടെ നിന്ന് നടപടിയെടുത്തു. ഈ വന്നവരാരാണ്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ ഇന്ത്യയിലെ പാർലമെന്റിൽ പോകുന്ന എംപിമാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട്, അധികാരമുണ്ടോ ചോദിക്കാൻ. അത് ചോദിക്കുന്നവരെല്ലാം സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യത്തിന്റെ ചിറക്, 2 ചിറക്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചിറകടിച്ചാലേ ജനാധിപത്യം മുന്നോട്ട് പറക്കും. ഒരു ചിറക് കഴിഞ്ഞാൽ കിളി അവിടെ വീഴും. അതാദ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രി തന്നെ വന്ന് പാർലമെന്റിൽ വന്നിട്ടുള്ള ഒരു വീഴ്ചയെ കുറിച്ച് പറയാൻ. ഇപ്പൊ എനിക്കാണ് വീഴ്ച പറ്റിയെങ്കിൽ ഞാൻ പറയണം. എന്താണ് തെറ്റ്? എവിടെയാണ് ഒളിച്ചു വെക്കുന്നത്? ചെറുപ്പക്കാർ വന്നു, അവർ തീവ്രവാദികളാണോ? അവർ സമരക്കാരാണോ? അവർ വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാരാണോ? ഏതായാലും സമാധാനപരമായിട്ടൊരു സമരമല്ല. കാരണം പാർലമെന്റിലേക്ക് ചാടി ഇറങ്ങുകയും അവിടെ പുകപടങ്ങൾ ഉയർത്തുകയും ചെയ്തു. അത് വിഷപ്പുകയല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യം എന്നുള്ള ഒഴിച്ചാൽ ഒരുപാട് പ്രായമുള്ള എംപിമാരും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പുക, വിഷമുള്ള ഒരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ എംപിമാരുടെയൊക്കെ സ്ഥിതി? എന്തായിരുന്നു? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ? അത് പറയാനുള്ള ബാധ്യത എന്തിന് ഈ സർക്കാർ ഒളിച്ചോടുന്നു? നമ്മൾ ഇതെന്ത് ജനാധിപത്യമാണ്? ബലം പ്രയോഗിച്ച് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി പാസ്സാക്കുക. പൗരത്വ നിയമം കൊണ്ടുവന്നു, കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു. ഇങ്ങനെ ജനദ്രോഹപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് പാർലമെന്റിലുള്ള മഹാഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നയം മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല. എല്ലാവരുടെയും ശബ്ദം, ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്ന് പറയുന്ന എല്ലാ മതസ്ഥരുടെയും, എല്ലാ വിശ്വാസത്തിന്റെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം ഉയരുന്ന ഒരു സംവിധാനമാണ്. എതിർക്കുന്നവന്റെ വായടക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. സംസ്ഥാന സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. മതസ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമരങ്ങൾ ചെയ്ത് മുന്നേറിയ ഒരു രാജ്യം, ഒരു സംസ്ഥാനം, നമ്മൾ പുറകോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന നയം, ഇപ്പൊ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര നയം തെറ്റ് തന്നെയാണ്. കാരണം സാമ്പത്തികമായി ഒരു സർക്കാരിനെ ഞെരിച്ച്, സർക്കാരിനെയല്ല ഞെരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളെയാണ് ഞെരിക്കുന്നത്.
ഇവിടുത്തെ ജനങ്ങളുടെ കഴുത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കഴുത്തിൽ മുറുക്കി പിടിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കഴുത്തിലല്ല പിടിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിഴിയും, നിങ്ങളെ ഞെരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ഇടതുപക്ഷ മുന്നണിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം ഒന്നുമല്ല. വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയാണ്. ജാതിയും മതവും നോക്കിയിട്ടായാലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത നിങ്ങളെ കഴുത്ത് ഞെരിക്കും, ശ്വാസം മുട്ടിക്കും, പട്ടിണിക്കിടും എന്ന് ചിന്തിച്ചുള്ള പ്രവർത്തനം. ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ലംഘനമാണ്. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണമെന്നാണ്. എല്ലാ സൗകര്യവും ഒരു സംസ്ഥാനത്തിന് വളരാനുള്ള എല്ലാ സൗകര്യവും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കണം. അതിന് പകരം ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരോടാണ് മത്സരിക്കുന്നത്? കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണോ? അല്ല, ഇവിടുത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. കടം വാങ്ങാനുള്ള അവകാശത്തിൽ കൈകടത്തുക, അത് വെട്ടിക്കുറയ്ക്കുക. ഈ കടം വാങ്ങിയും മറിച്ചും തിരിച്ചു നോക്കിയാണല്ലോ സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്ത് കാര്യം നടന്നത്. ആർക്കാണ് GST വീതം കൊടുക്കാതിരിക്കുക, അതിനൊരു ന്യായം പറയുക? ഇതിന് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുന്ന ആരാണ്? ധനകാര്യമന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ, നമ്മളാണ്? റേഷൻ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ചു. ആരാണ്? കേന്ദ്ര ഗവൺമെന്റ്. കോൺഗ്രസ് മോശമാണ്. ഈ പരിപാടികളെല്ലാം തുടങ്ങി വെച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA സർക്കാർ തുടങ്ങി വെച്ചാണ് റേഷൻ എല്ലാം വെട്ടി കുറച്ചു. എല്ലാ ആളുകളും എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ച മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അവിടെ നിന്ന് തുടങ്ങി സ്വകാര്യവൽക്കരണം മൻമോഹൻ സിംഗ് ഉടച്ചു. എല്ലാം വിറ്റു BJP. എല്ലാ എയർപോർട്ടുകളും വിറ്റു, എല്ലാ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു. തുടങ്ങി വെച്ചു കൊടുത്തത് കോൺഗ്രസ്. പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ അവകാശം കമ്പനികൾ നമ്മൾ പണയപ്പെടുത്തിയത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലായിരുന്നോ? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അല്ലേ? ഇപ്പൊ പരിപൂർണമായും പെട്രോളിന്റെ നിയന്ത്രണം എല്ലാം പോയി, ഡീസലിന്റെ നിയന്ത്രണം പോയി, എല്ലാം പോയി. പാവപ്പെട്ടവരുടെ തലയിൽ കയറുക. ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വെച്ച് തന്നവർ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ വന്നു. BJP കൂടുതൽ ക്രൂരമായി പെരുമാറുന്നു. മറ്റൊരു വളരെ രസകരമായി GST കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചതാരാ? കോൺഗ്രസിന്റെ അടിയല്ലേ, UPA സർക്കാരിന്റെ അല്ലേ? അതല്ലേ പിന്നീട് നടപ്പിലാക്കി തലയിൽ വെച്ച് തന്നത്. ആര്? രണ്ടു കൂട്ടർ മോശമാണ്. ഇടതുപക്ഷം എന്തുകൊണ്ട് നീ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ടു കൂട്ടർ മോശമാണ്. എവിടെയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി? കേരളത്തിന്റെ തലയിലേക്ക് ഞാൻ ഇത്രയും ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഇതുവരെ വഴിഞ്ഞു കൊടുക്കുന്നു. TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം കൊടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിലുള്ള ഒരു MP ആണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിനോട് കാണിക്കുന്ന കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ഭരണ സംവിധാനം തകർക്കാനുള്ള ശ്രമത്തിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചില്ല? അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് മാറ്റാണ് ചോദിച്ചത്. അത് മറക്കരുത്. ഉണ്ടായിരിക്കണം, സെൽഫി എടുത്ത് കളിക്കണം. അദ്ദേഹം പാർലമെന്റിൽ പോയി സെൽഫി എടുത്ത് കളിക്കണം. അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? TN പ്രതാപൻ പ്രതികരിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു TN പ്രതാപൻ. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കേരളത്തിൽ നിന്നുള്ള MP-യും കേരളത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു MP-യായ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെയും കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെ ഞെരിക്കുകയല്ല, ജനങ്ങളെ കഴുത്ത് ഞെരിക്കുന്നതിനെതിരെ അദ്ദേഹം എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയമോ ഒരു പ്രസംഗമോ നടത്തിയില്ല? എന്തേ? കേരളത്തിന് വേണ്ടി പറയാൻ കുറച്ചിലുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചപ്പോൾ കുഴപ്പത്തില്ലായിരുന്നു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ വോട്ടിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ ആ നാട്ടുകാരോടുള്ളൊരു വികാരം, കേരളത്തിനോടുള്ളൊരു ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നത് വളരെ ദുഃഖം. അപ്പൊ അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു മുന്നോട്ട്. ഞാൻ ആലോചിക്കും, നവകേരള സദസ്സ് വലിയ ജന പങ്കാളിത്തത്തോടെ ബഹുമാന മുഖ്യമന്ത്രി നവകേരള സദസ്സ് നയിച്ചു പോയി. ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉയരുന്നു. ഞാൻ ചോദിച്ചതിന് ആരും ഉത്തരം പറയാം. ഞാൻ ഇന്നലെ പത്തനാപുരത്തും ചോദിച്ചു. എനിക്ക് മനസ്സിലാവാത്തത് UDF ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് തീരുമാനിച്ചതായി കണ്ടില്ല. കാരണം എല്ലായിടത്തും കരിങ്കൊടി കാണിക്കാമെന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അദ്ദേഹം പറഞ്ഞതായി കണ്ടില്ല. പ്രതിപക്ഷ നേതാവും കരിങ്കൊടി കാണിക്കാൻ പറഞ്ഞതായി കണ്ടില്ല. മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പാണക്കാട് തങ്ങളോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയോ കരിങ്കൊടി കാണിക്കാൻ പറയാം. യൂത്ത് ലീഗുകാരെ എവിടെയും കരിങ്കൊടി കാണിക്കുന്നില്ല. കേരള കോൺഗ്രസിന്റെ UDF നിൽക്കുന്ന വിഭാഗത്തിന്റെ നേതാവായ PJ ജോസഫ് സാറ് ആ കരിങ്കൊടി കാണിക്കാൻ ആഹ്വാനം ചെയ്തില്ല.
യൂത്ത് ഫണ്ട് ജോസഫ് ഗ്രൂപ്പുകാരും കരിങ്കൊടി കാണിക്കാൻ വരുന്നില്ല. ആരാണ് ഈ സമരം ആഹ്വാനം ചെയ്തത്? ഈ സമരത്തിന്റെ കാരണം എന്താണ്? ഈ കരിങ്കൊടി കാണിക്കുന്നതിന്റെ പ്രതിഷേധിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. എന്തിനാണ് എന്ന് മനസ്സിലായില്ല. എന്തിനാണെന്ന് പിടികിട്ടില്ല. പത്തനാപുരത്ത് നവകേരള സദസ്സ് സർക്കാരിന്റെ പണം ദൂർത്തടിക്കുന്നത് ചുമ്മാതി. ആകെ സർക്കാരിന്റെ പണം പഞ്ചായത്തിന്റെ പൈസ രൂപയ്ക്ക് 3 ലക്ഷം രൂപ, ബാക്കി മൊത്തം സ്പോൺസർഷിപ്പ് ആയിരുന്നു. നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് നടത്തിയത്. എവിടെ ദൂർത്ത്? അങ്ങനെയാണ് UDF സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലയിലും അന്നത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയാണ്. പന്തലിട്ടു. ഓരോ സ്ഥലത്തും ചെലവായത് 5 കോടി 6 കോടി 7 കോടി. അതിന് ജനങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റോ 5-6 കോടിയുടെ ഗുണമാണ്. പന്തലിട്ടു, സെക്യൂരിറ്റി ഉണ്ടായി, പോലീസ് ഉണ്ടായി. അന്ന് ഇടതുപക്ഷ മുന്നണി എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നു. ആരും അങ്ങോട്ട് പോയില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാർ പോലും അങ്ങോട്ട് പോയില്ല. ആരും കരിങ്കൊടി കാണിച്ചില്ലല്ലോ, ആരും സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു, സഹകരിച്ചില്ല. അവിടെ ഈ പരിപാടി നടന്നു. നിങ്ങൾ ആലോചിക്കണം, ആ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് ജനസമ്പർക്ക പരിപാടികളെ വാഗ്ദാനം ചെയ്ത 26 കോടി രൂപ 26,000 കോടി രൂപ കൊടുത്തത് ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് എന്ന് മറക്കണ്ട. വിവരാവകാശം പറ്റി ചോദിച്ചു നോക്കും. നിയമസഭയിൽ ചോദ്യത്തിൽ പറയുന്നുണ്ട് ആ സർക്കാർ ഞങ്ങൾക്ക് കൊടുക്കാൻ. അത് ആ പരിപാടിയുടെ ഉദാഹരണം പറഞ്ഞുതരാം. ആ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ കാര്യം സാധിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി വരുമ്പോൾ കൊടുക്കുന്ന പരാതിയിൽ കാര്യം സാധിക്കുന്നുണ്ടോ? പക്ഷേ പണ്ടിങ്ങനല്ല. അന്നത്തെ മുഖ്യമന്ത്രി എഴുതി കൊടുത്തു. എന്റെ നാട്ടിലുള്ള ഒരാൾ എന്നോട് ഒന്ന് പരാതി പറഞ്ഞു, മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു, പക്ഷെ എനിക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്, ഇയാൾക്ക് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കാൻ ഉത്തരവ്. ഈ പേപ്പർ കൊണ്ട് ഒരു വ്യക്തി എന്റെ മണ്ഡലത്തിൽ ആളെന്റെ അടുത്ത് വന്നു. ആത്മാർത്ഥതയെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ ഈ വെറുതെ കടലാസ് വാങ്ങിച്ച് കളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് കറണ്ട് തരില്ലേ? ഞാൻ നേരെ KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിക്കുക. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മുഖ്യമന്ത്രി ഉത്തരവിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ കറണ്ട് കണക്ഷൻ കൊടുക്കാത്ത? സാറേ അതേതാ സാറേ ഇന്റെ കേസ്. സാറേ അത് കൊടുത്താലേ റെയിൽവേ പുറമ്പോക്കി താമസിക്കുന്ന ആളാ. ആ കണക്ഷൻ കൊടുത്ത റെയിൽവേ പോലീസ് എന്നെ പിടിച്ചോണ്ട് പോകും. സാറ് എടുത്തില്ല എന്നെ ഇറക്കാൻ. എന്നെ ഞാനാ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്ന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചോദിച്ചപ്പോ ഞാൻ അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അല്ല എന്താ ചെയ്യുന്നത്? എന്ത് ആത്മാർത്ഥതയാണ്? ഇലക്ട്രിസിറ്റി ബോർഡില് എഞ്ചിനീയർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തേക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. എവിടെയാണെന്ന് ചോദിച്ചില്ല. ഇയാൾ താമസിക്കുന്ന കാര്യം റെയിൽവേ പുറമ്പോക്കിലാണ്. അവിടെ കറണ്ട് കൊടുക്കാൻ ചെന്നാലേ റെയിൽവേ പോലീസുകാരെ പിടിച്ചോണ്ട് പോകും എഞ്ചിനീയറെ. പിന്നെ അയാളെ ആരും ഇറക്കും. അയാളെ ചോദിച്ചാൽ ശരിയില്ലേ, സാറ് വലിയ ഇറക്കാമെന്ന് ചോദിച്ചു. കറക്റ്റ്. അതുകൊണ്ട് ആത്മാർത്ഥത വേണം. അപേക്ഷകൾ കൊടുക്കുന്നു, അതിന്മേൽ എടുക്കാവുന്ന നടപടികൾ എടുക്കും. എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കാൻ പറ്റും. ദൈവം നമ്പരം വിചാരിച്ചാൽ എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കാം. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ പരിഹസിക്കുകയും അതിനെ നിറം കെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് മനസ്സിലാക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ നവകേരള യാത്ര വലിയ ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, പത്തനാപുരത്ത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത്. സ്കൂളിന്റെ അവിടെയാണ് പരിപാടി വെച്ചത്. ഞാൻ കളക്ടറോട് പറഞ്ഞു, സ്കൂളിന്റെ അവിടെ വേണ്ട, പരീക്ഷ നടക്കുന്ന സമയമാണ്, മാറ്റി. വേറെ എന്റെ വീട്ടിലെ പുറകില് NSSന്റെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറ്റി. അവിടെയാണ് നടത്തിയത്. വലിയ ജനസംഖ്യയായിരുന്നു. പന്തലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു, 8 ഏക്കർ സ്ഥലമുണ്ട്, എങ്ങനെ നിറയുമെന്ന് ചോദിച്ചു. 8 ഏക്കറിലും ആണ് നടത്തി. ഒരു കുടുംബശ്രീക്കാരെ നിർബന്ധിച്ചില്ല, പണം പിരിക്കാൻ പറഞ്ഞില്ല, വന്നില്ലെങ്കിൽ കേസെടുക്കുമെന്നോ ഫൈൻ അടിക്കുമെന്നോ പറഞ്ഞില്ല. എല്ലാവരും ഒഴുകി വന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം പറയുന്നത്, അല്ലാതെ പൊങ്ങച്ചടിക്കുന്നുണ്ട്. നേരിട്ട് ഒഴുകി വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. എന്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത്, എന്താണ് അറിയേണ്ടത്? ഒഴുകി വരികയായിരുന്നു. രാവിലെ 8:30 മണി മുതൽ ഒഴുകിയെത്തിയ ആളുകൾ 1:15 മണിക്ക് മുഖ്യമന്ത്രി പ്രസംഗിച്ച് വണ്ടിയിൽ കയറി പോയതിനു ശേഷമേ പിരിഞ്ഞുള്ളൂ എന്നൊരു അത്ഭുതവും മഞ്ചോക്കടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം പങ്കെടുത്താണ്. അതാണ്. അത് കാണുമ്പോൾ ഹാലിളകിയിട്ട് ഓരോ പരിപാടികൾ നടത്തുന്നത് ശരിയല്ല. ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ ആഹ്വാനമില്ലാതെ ഇറങ്ങി നടന്ന് മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയുള്ള ഏർപ്പാടല്ല. ഞാൻ പറഞ്ഞതിനോട് ചില കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും നേതാക്കളും ലയിച്ചു വരുമ്പോൾ നമ്മൾ അറിയേണ്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചതേ ഉള്ളൂ. എനിക്കൊരു മറ്റൊരു ചടങ്ങിൽ മുഹൂർത്തം വെച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. എന്നെ പോകാൻ അനുവദിക്കണം എന്ന അപേക്ഷയോടുകൂടി
സുരേഷ് മറുപടി പ്രസംഗം നടത്തും. പൂജപ്പരയൊക്കെ കൂടെ ഉണ്ടാവും. ഞാൻ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന പ്രിയ സുഹൃത്തുക്കളെ മുഴുവൻ ഞാൻ അതുപോലെ തന്നെ ആകർഷണീയ അടുത്ത കാലത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം വന്നത് വളരെ നല്ല പ്രവർത്തനം, അദ്ദേഹത്തോടൊപ്പം നല്ല സജീവമായ കുറെ പ്രവർത്തകരും വന്നു. അത് ആകർഷണയുടെ സേവനം വളരെ നല്ല നിലയിൽ ഉണ്ടാകണം. അത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയിൽ ശ്രീ മോഹൻകുമാറിനെ കൂടി പാലക്കാടും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പുതിയ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ചുമതലക്കാരൻ വരും. 2 ജില്ലകളാണ് പ്രധാനമായി കൊടുക്കുന്നത്. അതിൽ ചുമതല വരും. തീർച്ചയായിട്ടും നന്നായി പ്രവർത്തിക്കണം. സുരേഷിനോടും കൂട്ടുകാരോടും ഞാൻ പറയുന്നു, നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ നല്ല നന്മയും സ്നേഹവും നല്ല പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തി വെളിച്ചം പകരുന്ന പ്രവർത്തനം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഷ് നേരത്തിൽ കടന്നു വന്ന മുഴുവൻ സുഹൃത്തുക്കളെയും കേരള കോൺഗ്രസ് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മതേതരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരു നിർത്തന കുടുംബത്തിന് പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുരേഷിനെ ഞാൻ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായി നിയോഗിച്ചതായി സംസ്ഥാന നേതൃത്വം. രണ്ട് വൈസ് പ്രസിഡന്റ് ഇരുതനാണ് ഒരു വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹം 2 വൈസ് പ്രസിഡന്റ് പോസ്റ്റാണ് ഉള്ളത്. ഇത് ഉണ്ണിക്കുട്ടനെ അറിയാമല്ലോ. ഉണ്ണിക്കുട്ടൻ ഇത്